നമ്മുടെ വീട്ടിൽ നമ്മൾ ഉമ്മമാർക്കും കുറച്ച് സ്പെഷ്യൽ റെസിപ്പീസ് ചെയ്യാറ് നമുക്ക് അതിനെപ്പറ്റി ചിലപ്പോൾ കേട്ടുകേൾവികളുണ്ടാവില്ല. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കാലത്ത് കുറച്ച് ലിമിറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ, റിസോഴ്സസ്, ഫുഡ് ഐറ്റംസ് ഒക്കെ. അപ്പോൾ ആ ഒരു സംഭവങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇവർ വെറൈറ്റി ഓഫ് ഫുഡ് ഐറ്റംസ് ഒക്കെ റെസിപ്പീസൊക്കെ ഉണ്ടാക്കുന്നത്. നമുക്കിന്ന് പറഞ്ഞാൽ ഒരുപാട് ഫുഡ് ഐറ്റം, വെസ്റ്റേൺ ഫുഡ് ഐറ്റംസായി, നമ്മളെ എന്താ പറയുക, മന്തി, അങ്ങനത്തെ കുറേ ഐറ്റംസായി, അങ്ങനെ ഒരുപാട് ഐറ്റംസ് നമുക്ക് അവൈലബിൾ ആണ്. പക്ഷേ പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഈ ചക്ക, മാങ്ങ, ഗോതമ്പൊടി, അരിപ്പൊടി, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് ഇവർ മാക്സിമം കുറേ ഐറ്റംസ്, ഈ പത്തിരിക്കാണ്, പിന്നെ കുറേ സംഭവങ്ങൾ നമുക്ക് കേട്ടുകേൾവി പോലും ഉണ്ടാവില്ല, നമുക്കറിയില്ല ഇങ്ങനെ ഒരു സാധനം ഉണ്ടോ. അപ്പോൾ നമ്മൾ കഴിക്കുന്ന സമയത്തിന് അങ്ങനത്തെ ഒരു സാധനമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. ഒരു വണ്ടർ ഉമ്മിച്ചാക്കിയതാണ്. നമ്മുടെ ചക്ക വെച്ചിട്ടാണ് ഈ റെസിപ്പി ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. വരിക്കച്ചക്ക, ഇത് വരിക്കച്ചക്ക വെച്ചിട്ട് വെക്കാം, കുഴിച്ചക്ക വെച്ചിട്ട് വെക്കാം, കുറച്ചുകൂടി ടേസ്റ്റി, കുറച്ചുകൂടി രസവും വരിക്കച്ചക്ക ഐറ്റമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. നമുക്ക് നേരെ വീഡിയോ. നമ്മുടെ വിറകടുപ്പിലാണ് അതിലുള്ള ചക്കയും തേങ്ങയും ബെല്ലവും ഒക്കെ കൂടിയ ഒരു സംഭവമാണ്. ഈ വാഴയുടെ സ്മെല്ലൊക്കെ കൂടുമ്പോൾ ഭയങ്കര ഒരു സ്മെല്ലാണ്. ഈ ആവ് പോകാണ്ട് കെട്ടിയൊക്കെ വെച്ച് തുണി കൊണ്ട് കെട്ടിയതിന് മുകളിൽ വെച്ചിട്ടാണ് നമ്മൾ ആക്കിയിട്ടുള്ളത്. ഇതൊരു അടിപൊളിയാണ് കേട്ടോ, നമുക്ക് കഴിച്ചോക്കാം. മഴക്കാലത്തൊക്കെ നമുക്ക് വീട്ടിലൊക്കെ ചക്ക ഒരുപാട് സമയത്ത് നമുക്ക് ട്രൈ ചെയ്യാവുന്ന സംഭവമാണ്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഉമ്മാരുടെ റെസിപ്പി ആശ്രയിച്ചു നോക്കാം. ജീരകം ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ബെല്ലമാണ് കേട്ടോ, ശർക്കരയും ഒക്കെ കൂടി മിക്സാണ്. ഞാൻ തുറന്നു വെച്ച് കഴിഞ്ഞാൽ ആവി പറക്കുന്നുണ്ട്, ആവി പറക്കുന്നുണ്ട്. പുറത്ത് നല്ല മഴയുണ്ട്. അടിപൊളി എന്ന് പറഞ്ഞാൽ സൂപ്പർ സാധനം. ഇത് റവയാണ് കേട്ടോ. ഈ തേങ്ങേൻ്റെയും ഈ റവയാണെന്ന് തോന്നുന്നു, ഈ ചക്കപ്പഴത്തിൻ്റെയും ബെല്ലത്തിൻ്റെയും പിന്നെ ഈ കറി മറ്റേ ഇതുണ്ടല്ലോ ജീരകം, അതിൻ്റെയൊക്കെ കൂടിയൊരു സ്മെല്ല്. ഇത് വാഴയിലേക്ക് കിടന്ന് വെന്ത് അതിൻ്റെ സ്മെല്ലൊക്കെ കൂടി ആകുമ്പോഴേ അത് അടിപൊളി, രക്ഷയില്ല കേട്ടോ. ഞാൻ ഇത്ര എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായില്ല. എനിക്ക് അതിനേക്കാളും ഫാർ ബെറ്റർ സാധനം. അയ്യോ അടിപൊളി, നൈസ്.